പേര് ഞാൻ കൂടുതൽ ആരെയും പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല. എന്താണെന്ന് വെച്ചാൽ സമയം നമുക്ക് വളരെ കുറവാണ്. അതുകൊണ്ട് പെട്ടെന്ന് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. എന്നാലും വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് എന്നെ സഹോദരത്തിൽ സ്നേഹിക്കുന്ന എൻ്റെ ബോബൻ ചേട്ടൻ, പിന്നെ ബാക്കി സാറ്, ഹെഡ് മാസ്റ്റർ, പിന്നെ മാതാപിതാക്കളെ, എൻ്റെ വാത്സല്യ കുഞ്ഞുങ്ങളെ എല്ലാവരെയും ഈ ഇവിടെ നിൽക്കുന്ന എല്ലാവരെയും ഇതിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ ഈ ഇന്നത്തെ തലമുറ നമുക്കിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്കുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എല്ലാവരും നിങ്ങളുടെ ശ്രദ്ധയോടെ, നമ്മുടെ മാതാപിതാക്കൾ പ്രത്യേകം, നമ്മുടെ ഇന്ന് ഞാൻ പോകുന്ന സ്കൂളുകളിലൊക്കെ സാധാരണ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഞാനൊരു മിമിക്രി കലാകാരനോടാണ്, കോമഡി സ്റ്റാഴ്സിലൂടെയാണ് സിനിമ സീരിയൽ രംഗത്ത് വരുന്നത്. അപ്പോൾ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ഗൾഫിൽ പ്രോഗ്രാം അവതരിപ്പിച്ചപ്പോൾ ഈ മാഡം അവിടെ ഉണ്ടായിരുന്നു, സൗദി അറേബ്യയിൽ പ്രോഗ്രാം ചെയ്തപ്പോൾ അവിടെയൊക്കെ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾ ചെയ്യണം. പക്ഷേ എനിക്ക് ഇന്ന് പ്രോഗ്രാം ചെയ്യാനല്ല തോന്നുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെയാണ് മക്കൾ. അപ്പോൾ അവരെ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമുക്ക് പണ്ടറിയാം, നമ്മുടെ പിതാക്കന്മാർ, നമ്മുടെയൊക്കെ പിതാക്കന്മാർ അന്ന് രാവിലെയൊക്കെ എഴുന്നേറ്റ് നമ്മുടെ മക്കൾക്ക് വേണ്ടിയും നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷെ ഇന്ന് പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു സംഭവം നമ്മുടെ സമൂഹത്തിലില്ല. നമ്മൾ ഇന്ന് ഒരു അല്പസമയം കിട്ടിയാൽ നമ്മൾ മൊബൈലിൻ്റെ ആ ഒരു രംഗത്തേക്ക് പോകുന്നു, ഇല്ലെങ്കിൽ ടി വിയിലേക്കും കമ്പ്യൂട്ടറിലേക്കും പോകുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഞാൻ നിങ്ങളോട്, പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് എനിക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ളത്, നമ്മളുടെ മക്കളെ നമ്മൾ സ്നേഹിക്കണം. നമ്മൾ അവരെ അടിക്കുകയല്ല ചെയ്യേണ്ടത്. അവരെ നമ്മൾ സ്നേഹത്തോടെ, അവരുടെ തെറ്റുകുറ്റങ്ങൾ കണ്ടാൽ, അവരൊരു തെറ്റ് കാണിച്ചാൽ അവരോട് നമ്മൾ പറയേണ്ടത്, ആ തെറ്റാണെങ്കിൽ അവരോട് ആ തെറ്റ് എന്താണ്, അതിൻ്റെ ആഘാതം എന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കുക. അല്ലാതെ അവരെ അടിച്ചിട്ട് ഒരു കാര്യമില്ല. ഇന്ന് ഞാൻ ചോദിക്കുന്നത്, എൻ്റെ വൈഫ് എനിക്ക് 2 മക്കളാണ്. അപ്പോൾ അവള് പറയും, എപ്പോഴും എൻ്റെ വൈഫ് എന്നോട് പറയും, അവനോട് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. ഞാൻ പറയും, അവൻ തീ എടുത്ത് കൊടുക്കാൻ പറഞ്ഞാൽ നീ കൊടുക്കുമെന്ന് ഞാൻ ചോദിക്കും. കൊടുക്കുമോ? ആരും കൊടുക്കത്തില്ല. നമ്മളിപ്പം പറയുമോ, അമ്മ എനിക്ക് തീ വേണമെന്ന് പറഞ്ഞാൽ എടുത്ത് കൈ കൊടുക്കുമോ? ആരും കൊടുക്കത്തില്ല. അപ്പം നമ്മൾ അവിടെ ചിന്തിക്കുകയാണ്, തീ എന്തുകൊണ്ടാണ് നമ്മൾ കൊടുക്കാത്തത്? ആ തീയുടെ ആഘാതം എന്താണെന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു തീയെടുത്ത് നമ്മൾ കൊടുക്കാത്തത്. അതേപോണക്ക് തന്നെ നമ്മൾ ചിന്തിക്കണം, ഓരോ മക്കളും ഓരോ തെറ്റുകുറ്റങ്ങളിലേക്ക് പോകുമ്പോൾ ആ തെറ്റ്, നമ്മളിപ്പോൾ പല കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മുടെ മക്കളെ നമ്മൾ സ്നേഹിക്കുന്നതോടൊപ്പം അവരെ നമ്മൾ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുമ്പോൾ രാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ തന്നെ അവരെ ഒരു 2 വാക്കെങ്കിലും ഇന്ന് ക്രിസ്ത്യാനി, ഹിന്ദു, മുസ്ലിം 3 വിഭാഗക്കാരാണുള്ളത്. നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടേതായ ഒരു ദൈവമുണ്ട്. അത് ഏത് സമുദായമായിക്കോട്ടെ, ഒരു സമുദായവും പറയുന്നില്ല പ്രാർത്ഥിക്കരുതെന്ന്, ഒരു സമുദായവും പറയുന്നില്ല ടി വി കാണണ്ടെന്ന് പറയുന്നില്ല. പക്ഷേ നമ്മൾ 1 മിനിറ്റെങ്കിലും നമ്മളെ എഴുന്നേൽപ്പിച്ച ദൈവത്തെ, ഇന്ന് ഉറങ്ങി നാളെ എഴുന്നേൽക്കുന്നതെങ്കിൽ ദൈവത്തിന്റെ കഴിവാണ്. നമുക്ക് ഒരു മിടുക്കുമല്ല, നമ്മുടെ മിടുക്കല്ല രക്ഷിതാക്കളെ. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് പറഞ്ഞു തന്ന, പണ്ട് ഈ അമ്മച്ചിയൊക്കെ അവരുടെ മക്കൾക്കൊക്കെ പറഞ്ഞു കൊടുത്തു കാണും എന്താണെന്നുള്ളത്. അതുകൊണ്ട് അവരുടെ മക്കളൊക്കെ ഇന്ന് നല്ല നിലയിലായിരിക്കും, അതെനിക്കറിയാം. പക്ഷെ ഇന്നത്തെ തലമുറയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ, കുഞ്ഞുങ്ങൾക്ക് വേണ്ട രീതിയിൽ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. മഴയുടെ പ്രശ്നമുണ്ട്, എനിക്ക് വിഷമമുണ്ട്, എനിക്ക് പറയാനുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. എന്തായാലും കേൾക്കുക. മഴ പെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ നിർത്താം, അല്ലാതെ എന്ത് ചെയ്യാനാണ് പറയുന്നത്, നിർത്തിയിട്ട് പിന്നെ തുടങ്ങാം.